നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുമോ? എപ്പോഴാണ് നടപ്പിലാക്കുക? വിശദമായി നോക്കാം. ധർമ്മടം മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാണ്. അതിനെ ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഏകദേശം 62 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കാണ് ഈ പെൻഷൻ പ്രധാന വരുമാനമായിരിക്കുന്നത്. ഇതിനാൽ ഈ വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. മുഖ്യമന്ത്രി പറഞ്ഞത് 2016 LDF സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് മുഴുവൻ തീർത്ത് പുതിയ രീതിയിൽ വിതരണം തുടരുകയാണ്. കൂടാതെ ഭവനരഹിതർക്കായി 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. ഇതിന്റെ തുടർച്ചയായി ലൈഫ് മിഷൻ 2 ഉടൻ നടപ്പിലാക്കും. കൂടുതൽ ആളുകൾക്ക് വീട് ഉറപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരം ജനക്ഷേമ പദ്ധതികൾ LDF സർക്കാർ മാത്രമേ തുടരാൻ കഴിയൂ. ഭരണ തുടർച്ച അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പെൻഷൻ 3000 രൂപയാക്കുമെന്ന പ്രഖ്യാപനം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോൾ നടപ്പിലാക്കുമെന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്? പെൻഷൻ 3000 രൂപ ആക്കുന്നത് ശരിയായ തീരുമാനമാണോ? അതുപോലെ തന്നെ കേരളത്തിൽ ഇലക്ഷൻ ചൂട് വളരെയധികം കൂടിക്കൊണ്ടുവരികയാണ്. ഓരോ പാർട്ടിക്കാരും അവരുടേതായ പ്രകടന പത്രികകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന്റെ പ്രത്യേകമായ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ 3000 രൂപയാക്കുമെന്നതും അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുമെന്നതുമാണ്. UDF സർക്കാരും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. NDA BJP സഖ്യവും ഇതുപോലെയുള്ള അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കേരളത്തിൽ ഇത്തവണ ആര് ഭരിക്കും? LDF ആയിരിക്കുമോ, UDF ആയിരിക്കുമോ, അതോ NDA ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.